ഹായ് ഫ്രണ്ട്സ്, കുടുംബവിളക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ അനിരുദ്ധിനോട് സുമിത്ര അനന്യയെ പറ്റി ചോദിക്കുന്നിടത്താണ് അവസാനിപ്പിച്ചത്. അനന്യയായിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് അനിരുദ്ധ് അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സുമിത്ര പക്ഷേ അനിരുദ്ധിനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നു. നിന്നെപ്പോലെ തന്നെയല്ലേ അവളും, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്നത്. അതറിഞ്ഞാൽ അവൾ വരാതിരിക്കില്ല. വരാത്തത് നിന്നോടുള്ള എന്തോ പ്രശ്നം കാരണമാണ്. അതെനിക്കറിയാം മോനെ. അവളുടെ അമ്മ ഞങ്ങളെ പിരിക്കാൻ എത്ര നോക്കിയതാണെന്ന് അറിയുമോ അമ്മയ്ക്ക്? ഒടുവിൽ സ്വരമോൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒന്നിച്ചത്. എന്നിട്ടും അവർ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചില്ലേ? അതിന് ഞാൻ അവരെ ചോദ്യം ചെയ്തതിനാണ് അനന്യ അവരോടൊപ്പം നിന്നത്. അതാ അമ്മേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇത് കേട്ട സുമിത്ര പറഞ്ഞു, ഈ ചെറിയ കാര്യത്തിനാണോ നീ ഈ വാശി കാണിക്കുന്നത്? അവര് നിന്നിൽ നിന്നും എന്നെ അകറ്റാൻ നോക്കി. നീ സ്വരമോളിൽ നിന്നും അവളുടെ അമ്മയെ അകറ്റാൻ നോക്കുന്നു. ഇത് രണ്ടും ഒരുപോലെയല്ലേ? പിന്നെ അവൾ പറഞ്ഞതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരാൾക്കും അവരവരുടെ അച്ഛനമ്മമാർ വലുതാണ് മോനെ. അതുകൊണ്ട് നീ പോയി അനന്യയെ വിളിച്ചുകൊണ്ട് വരണം. പിന്നീട് സരസ്വതി അമ്മയാണ് കാണിക്കുന്നത്. അടുത്ത തന്ത്രവുമായിട്ടാണ് സിദ്ധാർത്ഥിനോട് സംസാരിക്കുന്നത്. സുമിത്ര ഇറക്കി വിടുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധുവിനോട് പറയുന്നു, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മോനെ. നീ വേറെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോകണം. ഇവിടെ നിന്നാൽ ഇനിയും വഴക്കും ബഹളവുമായി എനിക്ക് വയ്യ. നീ മടങ്ങി വന്നത് എനിക്ക് വേണ്ടിയല്ലേ? അത് കേട്ട് സിദ്ധു പറഞ്ഞു, അത് നടക്കില്ല അമ്മേ. ഞാൻ തിരികെ വന്നത് സുമിത്രയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഒരുപാട് ദ്രോഹം അവളോട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മാപ്പ് ചോദിക്കണം അവളോട്. നിനക്ക് അവൾ മാപ്പ് തരുമോ? ഒരിക്കലുമില്ല. മാപ്പ് തരുമെങ്കിൽ അവരോടൊപ്പം ജീവിക്കണം, ഇല്ലെങ്കിൽ നേരെ US മടങ്ങണം. അത് കേട്ട സരസ്വതി അമ്മ ആകെ അടികിട്ടിയ പോലെയായി. പിന്നീട് രജിതയാണ് കാണിക്കുന്നത്. അരവിന്ദിനെ ഫോണിൽ വിളിച്ചു. പൂജയെ പങ്കോജ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. താൻ മണ്ടത്തരമൊന്നും അവളുടെ മുന്നിൽ വെച്ച് എഴുന്നള്ളിക്കല്ലേ. എങ്ങനെയും അവളെ കൂടെ നിർത്തി ഈ സ്വത്തെല്ലാം കൈക്കലാക്കണം. അവളെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിർത്തണം. നിങ്ങൾ വേഗം ഇങ്ങോട്ട് വാ. പിന്നീട് സുമിത്ര പൂജയെ വിളിക്കുകയാണ്. മോളെ, അച്ഛമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നിനക്കും സങ്കടമായി എന്നറിയാം. നീ കൂടി ഈ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. നീ എനിക്ക് സ്വന്തം മോളെ പോലെയാണ്. നീ ഇങ്ങോട്ടേക്ക് വരണം. അമ്മേ, എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് തന്നെ വരും. ഇപ്പോഴല്ല, ഇപ്പോൾ വന്നാൽ അച്ഛമ്മയ്ക്ക് ദേഷ്യം കൂടുകയുള്ളൂ. ഇതൊക്കെ ഒന്ന് ആറി തണുക്കട്ടെ. അതുവരെ ഞാൻ രഞ്ജിത ആന്റിയുടെ വീട്ടിൽ കാണും. വേഗം വരണേ എന്ന് സുമിത്രയും പറയുന്നു. പിന്നീട് അനിരുദ്ധ് അമ്മയെ അന്വേഷിച്ച് ശീതളിന്റെ അടുത്തേക്ക് വരികയും അവർ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നീട് ശീതൾ പറഞ്ഞു, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്നും ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. സച്ചിന് എന്തും ചെയ്യാമെന്നുള്ളതായി. ഞാൻ എവിടേക്ക് പോകാനാ? ഏട്ടന്മാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. മോള് വിഷമിക്കണ്ട. ഇനി പഴയ കാര്യങ്ങളൊന്നും നമുക്ക് ഓർക്കണ്ട. നിനക്ക് എന്താണ് ആഗ്രഹമെങ്കിലും എന്തിനും ഈ ഏട്ടൻ കൂടെയുണ്ട് മോളെ. പിന്നീട് പൂജ രഞ്ജിതയുടെ വീട്ടിലേക്ക് വരുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സിദ്ധാർത്ഥും സുമിത്രയും ഒന്നിക്കുമോ? പൂജ പങ്കജിന്റെ ചതിക്കുഴിയിൽ വീഴുമോ? കാത്തിരിക്കാം. കുടുംബവിളക്ക് സീരിയലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.